ഇനി ഞങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ലാത്ത സ്ഥലമാണ്. അതായത് നിങ്ങള് കന്യാകുമാരി വന്ന ആരും ഈ സ്ഥലത്ത് പോയിട്ടില്ല. കന്യാകുമാരിയിൽ ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത പുതിയ ഒരേ ഒരു പ്ലേസ്. അതെ, വിവേകാനന്ദ പാറയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആക്ച്വലി ഇത്ര പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യുന്നത്. എന്തെങ്കിലും വിയർഡായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ ആരും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ആമിരത്തെ ജനക്കൂട്ടത്തിന്റെ നടുക്ക് പോയി നിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ പിള്ളേരാട്ടെ. ഈ ഫ്രണ്ടിൽ പോണ അജയ്, അനഘ, ആമിന, ഇവരൊക്കെ നമ്മുടെ ആൾക്കാരാ. അയ്യോ, ദേ ബാക്കിൽ നമ്മളെ ഡൊണ്ണ എല്ലാവരും ഉണ്ട്. അതെ, വലിയ ക്യൂ കണ്ടോ? അപ്പൊ നമ്മൾ ഇവിടുന്ന് സുഖമായിട്ട് നടന്നു പോവാണ്. നമുക്ക് ക്യൂ ഒന്നുമില്ല. ബിക്കോസ് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ പ്രീ ബുക്ക് ചെയ്ത് കുറെ പേര് ഇവിടെ ഡിൽറ്റോയും ജോസഫും ഭയങ്കര ബിസിനസ് പ്ലാനിലാണ്. നാരങ്ങ വിറ്റ് എങ്ങനെ ജീവിക്കാം, മാർഗമുണ്ടാക്കാം. കന്യാകുമാരി പഴയ പോലെയല്ല, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഈ സംഭവമൊക്കെ ഞാൻ ഇപ്പോഴാട്ടാ കാണുന്നേ. നമ്മുടെ ക്യൂ മൂവ് ആയി തുടങ്ങി. പക്ഷെ എന്നാലും നമ്മളൊരു 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഇതിന്റെ അകത്ത് മതിയായ ക്യൂ ഉണ്ട്. അജയ് നോക്കി ഫ്രീക്കനായിട്ട്. ഇവിടെ വരുന്ന പെമ്പിള്ളേരെല്ലാവരും ഒരു നോക്ക് അജയിനെ നോക്കിയിട്ടേ പോകാറുള്ളൂ. കന്യാകുമാരിയിൽ ഇപ്പോൾ ഭയങ്കര മഴയാണ്. വെയിൽ പ്രതീക്ഷിച്ച് വന്നാൽ ഞങ്ങൾക്ക് കിട്ടിയത് പെരുമഴയാണ്. വെയിൽ വരും, മഴ പെയ്യും, വെയിൽ വരും, മഴ പെയ്യും. ഇതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ആ പെൺകുട്ടിയെ ഈ മഴയത്ത് കാത്തു നിൽക്കുന്ന ശ്രീരാഗ് സുദേവ് അവിടെ ഉണ്ട്. ആക്ച്വലി ആ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് അവിടെ എത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ടീം ലീഡിനോട് ചോദിക്കാം. സുഹൃത്തുക്കളെ, ചേച്ചി ഇതുവരെ കടൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കടലാണ് കണ്ടത്. അവിടെ ഉണ്ടോ? ആ കാണുന്നതാണ് വിവേകാനന്ദ പാറ. നമ്മൾ അങ്ങോട്ടാ പോവാനിരിക്കുന്നത്. ജിയുടെ സൂപ്പർ നാച്ചുറൽ പാന്റ് കം ട്രൗസർ ഇമ്പോർട്ടഡ് ഫ്രം കാലിഫോർണിയ, സോറി UK. സൺസെറ്റ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ വന്നേ, എന്നിട്ട് വൈകുന്നേരം പോയി. അതാണ് കാണുന്നത്. സൂര്യാസ്തമയം. സുരേഷ് പറയുന്നു അസ്തമയം. വേറെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ പറ്റില്ല, കാരണം സൂര്യനില്ല. കാണാൻ പറ്റില്ല, മഴയാന്നാ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഡിൽറ്റ് ഇതുവരെ വിവേകാനന്ദ പാറയിലോ കന്യാകുമാരിയിലോ വന്നിട്ടില്ല. ക്യൂ നിൽക്കാൻ പറഞ്ഞു. സിംഗിൾസിനോട് മാത്രമാണ് ക്യൂ നിൽക്കാൻ പറഞ്ഞത്. സിംഗിൾ ലൈൻ സ്റ്റേറ്റ് വിട്ട സിംഗിളാണ്. മാത്രം സിംഗിളായ പോലെ ജന്മന സിംഗിളാണോ എന്നെ പോലെ? അത് ശ്രീരാഗ് ഉള്ളപ്പോഴോ? ശ്രീരാഗ് ജനിക്കുന്നതിന് മുന്നേ സിംഗിളാണ്. അവളെവിടെ കന്യാകുമാരി ഉണ്ടായിരുന്നു. ഇവനെ കണ്ടപ്പോ കടലിൽ ചാടിയെന്ന് തോന്നുന്നു. കടലിനക്കരെ പോണോരെ. അതേ ഗൈസ്, ഞങ്ങൾ കടലിനക്കരെ പോവാണ്. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമുക്ക് ശ്രീലങ്ക എത്തും. സിംഗിൾ ലൈൻ ആണ്. ഡെൽറ്റ ഫ്രണ്ടിൽ കയറി. ഈ ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ട് പോണേ. തിരിച്ചു പോകുന്ന ആൾക്കാരാണ് എല്ലാരും. നോക്കൂ, എന്തൊരു അച്ചടക്കം, എന്തൊരു ഭവ്യത. ഈ ബോട്ടിന്റെ പ്രവർത്തകരാണ് ഈ കാണുന്നത്. ആ നിൽക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ മാൻ ഓഫ് ദി ഷിപ്പ് അവാർഡ് കിട്ടി. റഷ്യയില പുതിയ വിവേകാനന്ദ പാറയിലെത്തി. അതിലും അതിമനോഹരം. അതാ അവിടെ ഒരു ജെറ്റ് പോണ്ട്. കാണാൻ പറ്റണ്ടോന്ന് എനിക്ക് അറിയില്ല. എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ ടിക്കറ്റ് കിട്ടിട്ടോ. നമ്മളിനി അകത്തോട്ട് കയറാൻ പോവാണ്. നഗ്നപാതകരായി വിവേകാനന്ദ പാറയിലൂടെ നടക്കുകയാണ് ഞാനും. ഓ സോ സാഡ്. മെഡിറ്റേഷൻ ഹാൾ. സോ പ്ലീസ് ടേൺ ഓഫ് ദി ക്യാമറ. ഓക്കെ, നമ്മളിനി ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. സോ കന്യാകുമാരിയിൽ പുതിയതായിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടെന്ന് നമ്മള് ന്യൂസിലൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മള് കയറാൻ പോവാട്ടോ. പേടിക്കൊന്നും ചെയ്യണ്ട. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു
ഇതാ ഇവിടെ ഫുള്ള് ഗ്ലാസ് ആയിരിക്കും എന്ന് വിചാരിച്ചേ, പക്ഷെ ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ മാത്രമേ ഗ്ലാസ് ഉള്ളൂ. ഈ ബ്രിഡ്ജ് ഫുള്ള് ഗ്ലാസ് അല്ല. സോ വേണ്ട ആൾക്കാർക്ക് ഗ്ലാസ്സിൽ കൂടെ നടക്കാം, അല്ലാത്ത ആൾക്കാർക്ക് സൈഡിൽ കൂടെ നടക്കാം. ആക്ച്വലി നിങ്ങക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും, കണ്ടോ? അതായത് തിരയടിക്കുന്ന കാണാൻ പറ്റും, താഴേക്കട കണ്ടോ, തിരയടിക്കുന്ന താഴേക്കട കാണാൻ പറ്റും. പക്ഷെ ഈ ബ്രിഡ്ജിന്റെ ഈ ഇത്രയും ഒരു പോർഷൻ മാത്രമേ ഗ്ലാസ് വരുന്നുള്ളൂ. ഡിസപ്പോയിന്റഡ് ആണെന്ന് വെച്ചാൽ അല്ല, കുഴപ്പമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ആ ചൈനയിലൊക്കെ കാണുന്ന പോലെ ഫുൾ ഒരു പാലം ഗ്ലാസ് ആയിട്ടാണ്. നമുക്ക് ഫുൾ ഗ്ലാസ് വേണം, അതാണ് അതിന്റെ ഒരു എനിക്ക് പക്ഷെ അതിനോട് യോജിപ്പില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് യോജിപ്പില്ല. നമ്മുടെ അതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കില്ല ബാക്കിയുള്ളവർ. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് പേടിയുള്ളവരുണ്ടാവും. രണ്ടുപേരും പരിഗണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇക്വാലിറ്റി എന്താണ് നമ്മൾ പറയുന്നത്, ആ ഒരു മോഡലായിട്ട് എടുക്കാം. ചൈനയില് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അത് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമാണ്, മനസ്സിലാവും. എങ്ങോട്ടാ പോവാ? വിവേകാനന്ദ പാറയുടെ രണ്ടാമത്തെ ഫ്ലോറിൽ നമ്മൾ ഈ സ്റ്റാച്ചുവിന്റെ ഷോട്ടിൽ വന്നു. ഞാൻ മീൻ പറയാൻ വന്ന ഇതാണ്, ഈ വെള്ളത്തിലോട്ട് നോക്കൂ. ശരിക്കും സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ തോന്നുന്നില്ലേ ഗൈസ്? എനിക്ക് മാത്രം ശരിക്കും ഇത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ തന്നെ തോന്നുന്നത്. ഇതാ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത നമ്മുടെ അനഘ. താഴത്തോട്ട് നോക്കിയാൽ ആകാ അമ്മാമ്മ, വീണ്ടും അമ്മാമ്മ. നമ്മള് ബോട്ടിൽ കയറാൻ നേരത്ത് മറ്റേ ആ പയ്യൻ പിടിച്ചോണ്ട് വന്ന അമ്മാമ്മ. ബൈ ബൈ. ഇത് 30 രൂപ. ഇത് ഒരെണ്ണം. സനൂപാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന്. പക്ഷേ സനൂപൊക്കെ എന്ത് ഒന്നും നോക്കില്ല. 60 രൂപയ്ക്ക് കണ്ണാടി തൊപ്പിയും വാങ്ങി ആതിര സുരേഷ് മുന്നിൽ. ഇത് എവ്വളോ? റിമോട്ട് വേണോ? റിമോട്ട് കാർ ദാ എനിക്ക് വേണോ? ഞാൻ 2 എണ്ണം വാങ്ങി ഇവിടെ. അപ്പുറം വന്നോ? ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം വരത്തില്ല. തലയിലായി തല ഇവരെ കൊണ്ട് പറ്റും. സ്റ്റൈലൊക്കെ ഇവിടെ പോയി. ഗ്ലാസ് ടയർഡാണ്. എന്താ ചോദിച്ചു? നത്തിങ്. ഡൊണ്ണ. എനിക്ക് മറ്റേ നീല എല്ലാം നീലയില്ലേ? എന്ത്? വാങ്ങിക്കുന്നു. 50 രൂപയുടെ സാധനം അവൾ കയ്യിലിട്ട് അമ്മാനം പാടുന്നു. 70 രൂപയ്ക്ക് ചേട്ടൻ തന്നെ. ഇങ്ങനെ നിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നീ അങ്ങനെ ഇങ്ങനെ നിന്ന എന്തോ ഒരു കുഴപ്പം പോലെ. കാലില്ലാത്ത കണ്ണട. അതെ, ഒലിവർ രംഗത്ത് കാലുണ്ടായിരുന്നപ്പോ ഈ കൂളിംഗ് ഗ്ലാസ് ഇത്ര ഫേമസ് അല്ലായിരുന്നു. ഞാൻ ഓടിച്ച ആതിര സുരേഷൊക്കെ നിലവിളി. വന്നതും തീർന്നതും പെട്ടെന്നായിരുന്നു. കന്യാകുമാരി ചായ വെരി നൈസ്. കന്യാകുമാരിയിലെ ചായ നല്ലതാണ്. കേരളത്തിൽ പല സ്ഥലത്തും പോയിട്ട് ചായ ട്രൈ ചെയ്യാറുണ്ട്. പോലും നമ്മുടെ ഫേവറേറ്റ് പ്രൈസിന്റെ അത്ര ഒന്നുമില്ല. സ്റ്റിൽ ഗുഡ്. നിങ്ങളൊക്കെ ഷോ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നടന്നുകൊണ്ടിരിക്കും. റെയിൽവേ സ്റ്റേഷനും അതിന്റെ പ്ലാറ്റ്ഫോമിലും ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ബൈ. പേര് പറ. കെവിൻ. ഗൈസ്, ഇവരൊക്കെ
റീലെടുക്കാൻ പ്ലാൻ ചെയ്യുവാണ്. ഇവരിനി അടുത്ത റീലും പ്ലാനിങ് ആണ് ഗൈസ്. അവിടെ നോക്കി ഇനിയിപ്പോ അവിടെ നിന്ന് ഒരാള് അവിടെ വിചാരം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഹായ് ഗായ്സ്, ഹലോ ബൈ ഗായ്സ്. നമ്മുടെ കന്യാകുമാരി ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മള് എല്ലായിടം കറങ്ങി, കുറെ സ്ഥലങ്ങൾ കണ്ട്, കുറെ സാധനങ്ങൾ വാങ്ങി. ഇനി ശരിക്കും അടുത്ത് ഇനി ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. സ്റ്റിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പൊ ഓൾ താങ്ക്സ് ടു ഒലിവർ ആൻഡ് ലൈക്ക് എന്റെ ഫ്രണ്ടിക്ക് ഞങ്ങളെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. അവന്റെ മമ്മി ഭയങ്കര ടേക്ക് കെയർ ആയി. എനിക്ക് രഹസ്യമായിട്ട് അച്ചുമുറുക്കൊക്കെ പാക്ക് ചെയ്ത് ബാഗിനകത്ത് വെച്ച് തന്നിട്ടുണ്ട്. സീരിയസ്ലി അത് നമുക്ക് ഹോസ്റ്റലിലോട്ടുള്ളല്ലേ. നേരത്തെ ഞങ്ങളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആൻഡ് ഇത് ഓർമ്മിച്ച് എനിക്ക് ഇവരെല്ലാം കാണാണ്ട് എനിക്ക് തന്നു. അത് ഹാപ്പി, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കന്യാകുമാരി പണ്ട് കുഞ്ഞിലേ വന്നിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ലൈക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഒരുമിച്ച് വരാൻ പറ്റി, അത് വലിയൊരു സന്തോഷം. ഇവിടെ ഹാപ്പിനെസ് ആയിരുന്നു. അപ്പൊ അടുത്തൊരു വ്ലോഗുമായിട്ട് നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും കാണുകയും. ഉറങ്ങട്ടെ. ഇപ്പൊ ഉറങ്ങട്ടെ. ബൈ.